ഹായ് യാൾ, വെൽക്കം ടു SFX. ഇന്ന് നമ്മൾ കുറച്ച് സാരീസിൻ്റെ കളക്ഷൻസ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. സോ നിങ്ങൾക്ക് ഓൺലൈനിൽ പർച്ചേസ് ചെയ്യാനായിട്ട് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പിലേക്ക് അയച്ചോളാം. നമ്പർ നമ്മൾ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് ആൻഡ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്കും കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഒരു പേജ് കൂടി ഉണ്ട്. സോ നിങ്ങൾ യൂട്യൂബിൽ കാണുന്നത് നമ്മുടെ ഇൻസ്റ്റാ പേജ് കൂടി ഒന്ന് ഫോളോ ചെയ്യണം. ആൻഡ് ഇൻസ്റ്റാഗ്രാമിൽ കാണുന്നത് നമ്മുടെ യൂട്യൂബിലെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് കളക്ഷൻസ് കാണാം. ഫസ്റ്റ് തന്നെ നമുക്ക് മഹേശ്വരി സിൽക്കിലേക്ക് വരുന്ന കുറച്ച് സാരീസ് കാണാം കേട്ടോ. മഹേശ്വരി സിൽക്ക് ഉണ്ട്, കോട്ട സോഫ്റ്റ് കോട്ടയിൽ വരുന്ന സാരീസ് ഉണ്ട്, ആൻഡ് ഒരു ചന്തേരിയുടെ തന്നെ കുറച്ചൊരു ഒരു മിക്സ് ഉള്ള ഒരു ഫാബ്രിക്കിൽ വരുന്ന ബഡ്ജറ്റ് റേഞ്ച് ഉള്ള സാരീസും നമുക്ക് ഇന്നുണ്ട്. സോ ഫസ്റ്റ് തന്നെ നമുക്ക് മഹേശ്വരി സിൽക്കിൽ വരുന്ന സാരീസ് കാണാം. ഒത്തിരി എൻക്വയറീസ് ഉള്ള ഒരു സാരിയാണ്. ആൻഡ് ഫസ്റ്റ് തന്നെ ഈ ഹാൻഡ് ബ്ലോക്ക് പ്രിന്റ് സാരി കാണിക്കുന്നതിന് മുമ്പ് തന്നെ ആയിട്ട് പറയാനുള്ളത്, ഈ സാരീസിൻ്റെ എന്നല്ല സൽവാറിൻ്റെ ആണെങ്കിലും അതിൻ്റെ പ്രിന്റിങ്ങിൽ ചെറിയ ഇംപെർഫെക്ഷൻസ് ഉണ്ടാവും. സോ നിങ്ങളത് എക്സ്പെക്ട് ചെയ്തിട്ട് മാത്രമാണ് പർച്ചേസ് ചെയ്യാവുള്ളൂ. പ്രിന്റിങ് ഡിഫക്റ്റിന് നമ്മൾ ഒരു കാരണവശാലും റിട്ടേൺ എടുത്ത് നിങ്ങൾക്ക് വേറെ പ്രൊഡക്റ്റ് തരുന്നതല്ല. സോ ഇപ്പം ഈ ഒരു സൽവാർ ആണെങ്കിലും ഇതിൻ്റെ ഇടയിൽ കൂടെ ആണെങ്കിലും നിങ്ങൾക്ക് കാണാൻ പറ്റും ചെറിയ ഇങ്ങനത്തെ പ്രിന്റിങ്ങിൻ്റെ ഇങ്ങനെ നമ്മൾ ബ്രഷ് പെയിന്റിങ് ചെയ്യുമ്പോൾ ഇങ്ങനെ തെറിച്ച് പോകത്തില്ലേ എന്ന് പറഞ്ഞാലുള്ള ചില ഇംപെർഫെക്ഷൻസ് അല്ലെങ്കിൽ പിഗ്മെന്റേഷൻസ് ഒക്കെ നിങ്ങൾക്ക് ഇതിനകത്ത് കാണാൻ പറ്റും. സോ അതുകൊണ്ട് തന്നെ ആ ഒരു റീസണ് നമ്മൾ ഒരു പ്രൊഡക്റ്റും റിട്ടേൺ എടുക്കുന്നതല്ല. ഒത്തിരി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റാത്ത വിധത്തിലുള്ള എന്തെങ്കിലും ഡാമേജ് ഉണ്ടെങ്കിലാണ് റിട്ടേൺ എടുക്കുള്ളൂ കേട്ടോ. ആൻഡ് ഇത് കണ്ടോ, ഈ സാരി ആണെങ്കിലും കണ്ടോ, ഇതിൻ്റെ താഴോട്ട് വരുന്ന പോർഷനാണ്, നമ്മൾ ഉടുക്കുമ്പോൾ താഴെ വരുന്ന പോർഷനാണ്. അവിടെ ആയാലും ഇങ്ങനെ ചെറിയ ഇങ്ങനത്തെ ഇത് കണ്ടോ, ഇതിൻ്റെ അകത്തേക്കൂടെയൊക്കെ ഇത് കണ്ടോ, ഇങ്ങനെയുള്ള പ്രിൻറ്റിങ്ങിൻ്റെ പ്രോബ്ലംസ് ഉണ്ടാവും. ഇത് കണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഈ സാരിയിൽ കോമൺ ആണ്. അത് അതിൻ്റെ ഡാമേജ് ആയിട്ട് വരത്തില്ല കേട്ടോ. സോ നമ്മളത് ഡാമേജ് ആയിട്ട് കൺസിഡർ ചെയ്തിട്ടില്ല. സോ അത് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞാണ്. അതാണ് ഈ സാരിയുടെ ഭംഗി എന്ന് പറയുന്നത്. സോ അത് ഭയങ്കരമായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റാത്ത വിധത്തിലുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ തിരിച്ചെടുത്തോളാം. പക്ഷേ ഈ സാരിയുടെ ഭംഗി എന്ന് പറഞ്ഞാൽ ആ ഒരു കൈൻഡ് ഓഫ് ഒരു പ്രിന്റിംഗ് ആണ് കേട്ടോ. ഹാൻഡ് ബ്ലോക്ക് എന്ന് പറയുമ്പോൾ നമുക്കറിയാമല്ലോ, നമ്മൾ കൈ കൊണ്ട് ചെയ്യുന്ന എന്തൊരു കാര്യത്തിലും ചില തെറ്റും ഇതൊക്കെ വരും. അപ്പം അങ്ങനെയുള്ള ഒരു പാറ്റേൺ ആണ് ഇതിൻ്റെ പ്രിന്റിങ്. ഇങ്ങനെ വരുന്നു ഫസ്റ്റ് ഡിസൈൻ. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ബ്ലാക്ക് ബേജ് ആൻഡ് ഒരു മസ്റ്റാർഡ് ബ്രൗൺ ഷെയ്ഡിലേക്കാണ് കോമ്പിനേഷൻ വന്നിരിക്കുന്നത്. ഫ്രണ്ടിൽ കംപ്ലീറ്റ്ലി ഇങ്ങനെ വരും, താഴോട്ട് ബോർഡേഴ്സ് വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പോർഷനാണ്. പല്ലോ പോർഷനും ഇങ്ങനെയാണ് വരുന്നത്. ഈ ഒരു കോമ്പിനേഷൻ തന്നെ നമുക്ക് താഴെ നമ്മൾ ഇങ്ങനെ ഉടുത്ത് വരുമ്പോൾ താഴെ കിടക്കുന്നതാണ് നല്ല ഭംഗിയായിരിക്കും കേട്ടോ. നിങ്ങൾക്ക് ഇതിൻ്റെ പാറ്റേൺ അത്യാവശ്യം മനസ്സിലാവുമല്ലോ കാണുമ്പോൾ തന്നെ. ഇങ്ങനെ വരുന്നു. ഇതാണ് പല്ലോ. നല്ല ഭംഗിയുള്ള ഒരു പല്ലോ പോർഷനാണ് വന്നിരിക്കുന്നത്. ഇതാണ് ബ്ലൗസിൻ്റെ ഒരു പ്രിന്റിങ് വന്നിരിക്കുന്നത്. ജാൽ പ്രിന്റിലേക്ക് ബ്ലാക്ക് ഡിസൈനിൽ ബേസിലാണ് വന്നിരിക്കുന്നത് കേട്ടോ. ഇതാണ് സാരിയുടെ ലുക്ക്. പ്രൈസ് 2500. നെക്സ്റ്റ് നല്ലൊരു ഗ്രീൻ ഷെയ്ഡിലേക്കാണ് കേട്ടോ വന്നിരിക്കുന്നത്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടൊരു ഗ്രീൻ ബേജ് ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷൻ വന്നിരിക്കുന്നു. അതിൻ്റെ ബോർഡേഴ്സിലേക്ക് ഒരു ലെമൺ യെല്ലോ ഷെയ്ഡിലേക്കാണ് ബോർഡേഴ്സിൻ്റെ ആ ഒരു കോമ്പിനേഷൻ കോൺട്രാസ്റ്റ് കൊടുത്തിരിക്കുന്നത്. ഇങ്ങനെ വരുന്നു പ്രിന്റിങ്. നല്ല ബ്യൂട്ടിഫുൾ ആൻഡ് എലഗന്റ് ആയിട്ടുള്ള ഒരു പ്രീമിയം സാരീസിൽ പെടുന്ന ഒരു സാരി തന്നെയാണ്. കാരണം ഇതിന്റെ ഒരു പ്രീമിയം ടച്ച് എന്ന് പറയാൻ കാരണം ഇത് ഡ്രൈപ്പ് ചെയ്ത് കഴിയുമ്പോഴുള്ള ഇതിന്റെ ഒരു ഭംഗി എന്ന് പറഞ്ഞാൽ ഭയങ്കര രസമായിരിക്കും കേട്ടോ. നല്ലൊരു പ്രീമിയം ലുക്കിൽ നമുക്ക് വെയർ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ അത്യാവശ്യം ഫംഗ്ഷൻസിനും ആളുകളൊക്കെ ഈ ഒരു സാരി, ഒരു കൈൻഡ് ഓഫ് സാരികളൊക്കെ ഉടുത്തു തുടങ്ങി. അപ്പോൾ നമുക്ക് ഹൗസ് വാമിങ്, ഒരു ചെറിയ ബർത്ത്ഡേ പാർട്ടി, ഈവൻ വെഡിങ് ഫംഗ്ഷൻ ആണെങ്കിൽ പോലും ഒരു ട്രഡീഷണൽ ലുക്കിൽ നമുക്ക് ഉടുക്കാൻ പറ്റിയ ഒരു കൈൻഡ് ഓഫ് ഒരു സാരീസിൽ പെടുന്ന സാരി തന്നെയാണിത്. സോ നിങ്ങൾക്ക് എന്തെങ്കിലും ഫംഗ്ഷൻ ഉണ്ടെങ്കിലും ഉടുക്കാൻ പറ്റും കേട്ടോ. കാരണം ഇതിനൊരു സിൽക്ക് ഫിനിഷ് ഉണ്ട്, അതുപോലെ ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു പ്രിന്റിങ്ങും ആണ് വന്നിരിക്കുന്നത്. ഇത് കണ്ടോ, പല്ലോ പോർഷനൊക്കെ നമ്മൾ വൺ ലെയറിലൊക്കെ ഇട്ട് ഇങ്ങനെ പിടിക്കുമ്പോഴത്തേക്ക് നല്ല ഭംഗിയായിരിക്കും. ഇങ്ങനെ വരുന്നു സാരി. ഇതാണ് ബ്ലൗസിന്റെ പ്രിന്റിങ് വരുന്നത്. ബ്ലൗസ് ഇങ്ങനെ വരുന്നു. നല്ലൊരു എലഗന്റ് ആയിട്ടുള്ള കളർ കോമ്പിനേഷൻ ആണ്. ആ ഒരു ഗ്രീനിലേക്ക് ആ ഒരു ലെമൺ എല്ലോ വന്നപ്പോൾ നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഇങ്ങനെ വരുന്നു. സാരിയുടെ പ്രൈസ് 2500. അടുത്ത നല്ല ജെറ്റ് ബ്ലാക്ക് കളറിലേക്ക് വന്നിരിക്കുന്നു. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്രിന്റ് ആണ് കേട്ടോ. നല്ല ഭംഗിയുള്ളൊരു ഫ്ലോറൽ പ്രിന്റിങ്ങിലേക്കാണ് കൊടുത്തിരിക്കുന്നത്. ബോർഡേഴ്സിലായിട്ട് ആ ഒരു ബ്രിക്ക് ഷെയ്ഡിലേക്ക്, ഒരു ഓറഞ്ചിഷ് ബ്രിക്ക് ഷെയ്ഡിലേക്ക് അതിൻ്റെ ഒരു ബോർഡേഴ്സ് കൊടുത്തിട്ടുണ്ട്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് നിൽക്കുന്ന ഒരു സാരിയാണ് കേട്ടോ. ഇതാണ് പല്ലോ പോർഷൻ. നല്ല ഭംഗിയുണ്ട് പല്ലോ കാണാനായിട്ടും. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു പ്ലെയിൻ ബ്ലാക്ക് ബ്ലൗസിന്റെ കൂടെ ആണെങ്കിൽ നമുക്ക് പെയർ ചെയ്യാം. ഇതാണ് ഇതിൽ കൊടുത്തിരിക്കുന്ന ബ്ലൗസ് പീസ്. ഇതാണ് നമുക്ക് ഇത് വേണമെങ്കിൽ വേറെ സാരീസിന്റെ കൂടെ നമുക്ക് ഇത് സ്റ്റിച്ച് ചെയ്യുവാണെങ്കിൽ പെയർ ചെയ്യാം. ആൻഡ് ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് അജ്രക് പ്രിന്റിലൊക്കെ വരുന്ന പ്രിന്റഡ് കോട്ടൺ ബ്ലൗസ് ആയിട്ടോ അല്ലെങ്കിൽ പ്ലെയിൻ ബ്ലാക്ക് ബ്ലൗസ് ആയിട്ടോ ഒക്കെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സാരിയാണ് കേട്ടോ. ഇങ്ങനെ വരുന്നു 2500.
നെക്സ്റ്റ് നമുക്ക് നല്ലൊരു റെയർ ഒരു ഫാബ്രിക്കിൽ വന്നിരിക്കുന്ന ഒരു കളക്ഷനാണ്. ഒരു ചന്തേരിയുടെ തന്നെ ഒരു മിക്സ് വരുന്ന ഒരു ഫാബ്രിക്കാണ് കേട്ടോ. അതിലേക്ക് ഹാൻഡ് ബ്ലോക്ക് തന്നെ വന്നിരിക്കുന്ന ഒരു ഐറ്റം ആണ്. നമ്മൾ പ്യുവർ ആയിട്ടുള്ള ചന്തേരി അല്ലെങ്കിൽ മഹേശ്വരി എടുക്കാനായിട്ട് ബുദ്ധിമുട്ടുള്ളവർക്കും അഫോർഡബിൾ റേറ്റിലേക്ക് 1620 റേറ്റിലേക്കാണ് നമുക്ക് ഈ സാരീസ് വന്നിരിക്കുന്നത്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സാരിയാണ്. നമുക്ക് ഇനിയിപ്പോൾ ഈസ്റ്റർ ഒക്കെ വരുവാണ്. സോ ആ ഒരു ടൈമിലേട്ടൊക്കെ ആണെങ്കിൽ നമുക്ക് പള്ളിയിലൊക്കെ ചർച്ച് വെയർ ആയിട്ട് എടുക്കാനും ഒക്കെ നമുക്ക് പറ്റിയിട്ടുള്ള ഒരു സാരിയാണ്. ആൻഡ് ടീച്ചേഴ്സിന് സ്കൂളിലൊക്കെ ഉടുക്കാനും ഒക്കെ പറ്റുന്ന ഒരു സാരിയാണ്. നല്ലൊരു റെയർ പാറ്റേണിലാണ് ഈ സാരി വന്നിരിക്കുന്നത്. ഇങ്ങനെ വരുന്നു കേട്ടോ. ഇതിന്റെ ഫാബ്രിക് വരുന്നത് ഒരു ചന്തേരിയുടെ തന്നെ കുറച്ചുകൂടി ഒരു സോഫ്റ്റ് ഒരു ഫാബ്രിക്കാണ്, ഒരു മിക്സ് വരുന്ന ഒരു ഫാബ്രിക്കാണ്. നമുക്ക് ഉടുക്കാനായിട്ട് നല്ല സുഖമാണ്. 1 ലെയർ ഒക്കെ പിടിക്കുമ്പോഴാണെങ്കിലും നല്ലൊരു കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് പ്ലീറ്റഡ് ആയിട്ട് 1 ലെയർ ആയിട്ട് ഉടുക്കാൻ വരുന്ന ഒരു സാരിയാണ് കേട്ടോ. ഇങ്ങനെ വരുന്നു. ഹാൻഡ് ബ്ലോക്ക് പ്രിന്റ് ആണ് വന്നിരിക്കുന്നത്. ഇതിന്റെ ഷെയ്ഡ് വരുന്നത് ഒരു ഖാദി ബേജ് കളർ ഉണ്ടല്ലോ, അങ്ങനത്തെ ഒരു ഷെയ്ഡാണ്. നമ്മൾ ഒരു ടസറിൻ്റെ ഒക്കെ ഒരു ഫീൽ ഉണ്ട് ഫാബ്രിക്കിന്. മിക്സ് ആണെങ്കിലും അങ്ങനെ കുറഞ്ഞ ടൈപ്പ് ഫാബ്രിക് അല്ല കേട്ടോ, നല്ല ഭംഗിയുള്ള ഒരു ഫാബ്രിക് തന്നെയാണ്. ആൻഡ് ഹാൻഡ് ബ്ലോക്ക് ആണ് പോയിരിക്കുന്നത്. ഇതാണ് അതിൻ്റെ പല്ലോ പോർഷൻ. നല്ല ബ്യൂട്ടിഫുൾ ആൻഡ് എലഗൻ്റ് ആയിട്ടുള്ള ഒരു പല്ലോ. ഇങ്ങനത്തെ ലീഫ് പ്രിന്റ് ആണ്. ആൻഡ് വിത്ത് ടാസൽസ് ആണ് വന്നിരിക്കുന്നത്. ബ്ലൗസിൻ്റെ പ്രിന്റ് ഇതാ ഇങ്ങനെ വരുന്നു. ഈ ബ്ലൗസും കൂടെ സ്റ്റിച്ച് ചെയ്തിട്ട് കഴിയുമ്പോൾ നല്ല ഫിനിഷിങ്, നല്ലൊരു ഭംഗിയാവുന്നൊരു സാരിയാണ്. നിങ്ങൾക്ക് അമ്മമാർക്ക് ഗിഫ്റ്റ് ചെയ്യാനോ ഒക്കെ പറ്റുന്ന ഒരു സാരിയാണ്. ടീച്ചേഴ്സിന് കൊടുക്കാം. ഞാൻ അമ്മമാർ എന്ന് പറയുമ്പോൾ നമുക്ക് ഏജ് കുറവുള്ളവർക്ക് ഉടുക്കാൻ പറ്റില്ല എന്നില്ല കേട്ടോ. ഇതൊക്കെ നമ്മുടെ ഇഷ്ടമാണ് ഏത് സാരി ഉടുക്കണം എന്നുള്ളത്. ഇങ്ങനെ വരുന്നു കണ്ടോ. ഉടുത്ത് കഴിയുമ്പോൾ ആ പല്ലു ഒക്കെ വന്നു കഴിയുമ്പോഴത്തേക്കും നല്ല ഭംഗിയാവാൻ ടാസൽസും ഉണ്ട്. ഇങ്ങനെ വരുന്നു. എനിക്ക് ഒരുപാട് ഉടയ്ക്കാൻ പറ്റില്ല കേട്ടോ, അല്ലെങ്കിൽ 1 ലെയറിൽ പിടിച്ച് കാണിച്ചു തന്നേരായിരുന്നു. ഇങ്ങനെ വരുന്നു സാരിയുടെ ലുക്ക്. പ്രൈസ് 1620. നെക്സ്റ്റ് നമുക്ക് ഈ ഒരു പാറ്റേണിൽ വന്നിരിക്കുന്നത് സെയിം ഷെയ്ഡ് തന്നെ. ഷെയ്ഡിന് ഡിഫറൻസ് ഇല്ല കേട്ടോ, അതിന്റെ പ്രിന്റിങ്ങിന് മാത്രമാണ് ഡിഫറൻസ് വരുന്നുള്ളൂ. നെക്സ്റ്റ് ഇങ്ങനെ വരുന്നത് ഇതിന്റെ കുറച്ചുകൂടി ചെറിയ പ്രിന്റും ചെറിയ ബോർഡേഴ്സും ആണ് കൊടുത്തിരിക്കുന്നത്. ഒരു മസ്റ്റാർഡ് യെല്ലോയിഷ് ബ്രൗൺ ഷെയ്ഡ് ഉണ്ടല്ലോ, അങ്ങനത്തെ ഒരു ഷെയ്ഡിലേക്കാണ് ഇതിന്റെ ബോർഡർ വന്നിരിക്കുന്നത്. ഇത് വരുന്നു പല്ലോ പോർഷൻ. ഒരു ബ്രിക്ക് ഷെയ്ഡിലേക്കാണ് പല്ലോ കൊടുത്തിരിക്കുന്നത്. ആൻഡ് ബ്ലൗസ് കാണാൻ നല്ല ഭംഗിയുണ്ട്. ബ്ലൗസിന്റെ പ്രിന്റ് ഇങ്ങനെ വരുന്നു. ബ്ലൗസ് നല്ലൊരു എലഗന്റ് ആയിട്ടുള്ള ഒരു സാരിയാണ്. ആൻഡ് വിത്ത് ടാസൽസ് ആണ് വന്നിരിക്കുന്നത്. നല്ല സോഫ്റ്റ് ആയിട്ട് നമുക്ക് ഉടുക്കാൻ പറ്റും. ആൻഡ് ചന്തേരിയുടെ ആ ഒരു ഗോൾഡൻ ബോർഡേഴ്സും നമുക്ക് ഈ ഒരു പോർഷനിൽ പോകുന്നുണ്ട്. ഇങ്ങനെ വരും കേട്ടോ സാരിയുടെ ലുക്ക്. പ്രൈസ് 1620, 1620. അടുത്ത പ്രിന്റ് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു പ്രിന്റ് ആണ് കേട്ടോ. ഇങ്ങനെ വരുന്നു. ഒരു ട്രീയുടെ ഡിസൈനിലാണ് വന്നിരിക്കുന്നത്. നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പാറ്റേൺ ആണ്. താഴെയായിട്ട് ഒരു ബോർഡർ പോലെ ഇത്രയും ഒരു വീതിയിൽ നല്ലൊരു ആ ഒരു മസ്റ്റാർഡ് ബ്രൗൺ ഷെയ്ഡിലേക്ക് ഇങ്ങനെ പോൾക്കാ ഡോട്ട്സ് പോലെയാണ് പ്രിന്റ് കൊടുത്തിരിക്കുന്നത്. ഇത് കണ്ടോ, നല്ലൊരു ഭംഗിയുള്ള ഒരു പാറ്റേൺ ആണ്. ഇതാണ് കേട്ടോ പല്ലോ പോർഷൻ വന്നിരിക്കുന്നത്. നല്ലൊരു എലഗന്റ് ആയിട്ടുള്ള ഒരു സാരിയാണ്. ഇതാണ് എൻ്റെ ബ്ലൗസ് വന്നിരിക്കുന്നത്. ഒരു മാംഗോ പ്രിന്റും ഫ്ലോറൽ പ്രിന്റും എല്ലാം മിക്സ് ആയിട്ട് ബ്ലാക്ക് പ്രിന്റഡ് ആയിട്ട് വരുന്ന ബ്ലൗസ് പീസ് ആണ്. സെയിം സാരി ഫാബ്രിക്കിന്റെ ബേസ് ഷെയ്ഡിലേക്ക് തന്നെയാണ് ബ്ലൗസിന്റെ ഷെയ്ഡ് വരുന്നത്. അതിനകത്ത് പ്രിന്റ് മാത്രം കോൺട്രാസ്റ്റ് ബ്ലാക്ക് ഷെയ്ഡിലേക്കാണ് വരുന്നത്. നമ്മൾ ഉടുത്ത് കഴിയുമ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ടിരിക്കും കേട്ടോ. ഞാൻ ഇങ്ങനെ ഇത് ഉടയ്ക്കാണ്ട് സൂക്ഷിച്ച് പിടിക്കാണ്ടാണ് എനിക്ക് മര്യാദയ്ക്ക് പിടിക്കാൻ പറ്റാത്ത കേട്ടോ. ഇങ്ങനെ വരുന്നു. സാരിയുടെ പ്രൈസ് 1620. നെക്സ്റ്റ് പ്രിന്റ് ഇതാണ് കേട്ടോ. നല്ലൊരു റെയർ പാറ്റേണിലുള്ള ഒരു പ്രിന്റ് ആണ്. ഇങ്ങനെ വരുന്നു. ഇതാണ് അതിൻ്റെ ഒരു പ്രിന്റിങ് പാറ്റേൺ വരുന്നത്. ഒരു ബ്രിക്ക് ഷെയ്ഡും ബ്ലാക്ക് ഷെയ്ഡിലേക്കുമാണ് മിക്സ് ആയിട്ടാണ് ഒരു കൊടുത്തിരിക്കുന്നത് കേട്ടോ. ആൻഡ് സാരിയിൽ ഇത് കണ്ടു ഇതുപോലെ ഒരു ചന്തേരി സിൽക്കിന്റെ ഒരു ഗോൾഡൻ ജെറി ബോർഡർ പോലത്തെ ഒരു ബോർഡർ കൊടുത്തിട്ടുണ്ട്. ചന്തേരി ഫാബ്രിക് തന്നെയാണ് കേട്ടോ ഇത് വന്നിരിക്കുന്നത്. ഇതാണ് എൻ്റെ പല്ലോ പോർഷൻ വരുന്നത്. മുന്താണി ഇങ്ങനെ വരും. ബ്ലൗസ് ഇതാണ് ബ്ലൗസിന്റെ പ്രിന്റ്. നമ്മൾ നോർമലി നമുക്ക് ആ ചന്തേരി സാരിയിലും മഹേശ്വരിയിലൊക്കെ വരുന്ന ആ ഒരു സെയിം പാറ്റേണിലേക്ക് തന്നെ നമുക്കൊരു ബഡ്ജറ്റ് റേഞ്ചിലുള്ള ഫാബ്രിക്കിലേക്ക് വരെ റെപ്ലിക്കേറ്റ് ചെയ്ത് നമുക്ക് തന്നിരിക്കുന്ന ഒരു സാരിയാണ് കേട്ടോ. ഇങ്ങനെ വരുന്നു. സാരിയുടെ പ്രൈസ് 1620. അടുത്ത നമുക്ക് നല്ല ഫിഗർ ഫിറ്റ് ആയിട്ട് ഡ്രൈപ്പ് ചെയ്യാൻ പറ്റുന്ന നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കളർ കോമ്പിനേഷനിലുള്ള ഒരു സാരിയാണ്. അത്യാവശ്യം നല്ലൊരു പ്രീമിയം സാരിയുടെ ഒരു റിപ്ലിക്ക എന്ന് പറയാം, അങ്ങനത്തെ ഒരു സാരിയാണ് കേട്ടോ. അതിന്റെ ഫാബ്രിക് വരുന്ന ഒരു മിക്സ് വരുന്ന ഒരു ടൈപ്പ് ഓഫ് ഫാബ്രിക് ആണ്. അതിലേക്ക് നല്ല എലഗന്റ് ആയിട്ടുള്ള ഹാൻഡ് ബ്ലോക്ക് പ്രിന്റ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഇതാണ് പല്ലോ പോർഷൻ വരുന്നത് കേട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ക്രേപ്പ് സിൽക്ക് ഫാബ്രിക്കിന്റെ ഒക്കെ ഒരു സെമി ആയിട്ട് വരുന്ന ഒരു ഫാബ്രിക് ആണിത്. ഇത് ആക്ച്വലി അവർ പറഞ്ഞത് മഹേശ്വരിയുടെ തന്നെ ഒരു സോഫ്റ്റ് ഫാബ്രിക് ആണെന്നാണ്. പക്ഷെ നമ്മൾ ഇപ്പോൾ ഞാൻ എക്സാമ്പിൾ പറയുമ്പോൾ നമുക്കൊരു ക്രേപ്പ് സിൽക്ക് ഫാബ്രിക്കിന്റെ ഒക്കെ ഒരു സോഫ്റ്റ് ഫാബ്രിക് ഉണ്ടല്ലോ, ആ ഒരു ഫാബ്രിക്കിലേക്ക് വരും കേട്ടോ. ഇങ്ങനെ വരുന്നത് അതിന്റെ ബോർഡേഴ്സ് ഇതാണ് വന്നിരിക്കുന്നത്. നമുക്ക് 1 ലെയർ ആയിട്ടൊക്കെ അത്യാവശ്യം എടുക്കാൻ പറ്റുന്ന ഒരു സാരിയാണ്. ആൻഡ് ഇത് നമുക്ക് റേറ്റ് വൈസ് നോക്കുമ്പോൾ ഇത് റേറ്റ് കുറവാണ്. 1550 റേറ്റിലേക്കാണ് സാരി വരുന്നത്.
പക്ഷെ നമുക്ക് ചെറിയൊരു ഫംഗ്ഷനൊക്കെ കൊടുക്കാൻ പറ്റും. ഇതിൻ്റെ ആ ഒരു ഇത് ഉടുത്ത് കഴിയുമ്പോൾ നല്ലൊരു പ്രീമിയം ടച്ച് വരും. എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളത് എങ്ങനെയാണോ അത് പ്രസൻറ്റ് ചെയ്യുന്ന ആ ഒരു രീതിക്ക് നമുക്ക് അത്യാവശ്യം നല്ലൊരു ഫംഗ്ഷൻ വെയർ ആയിട്ടും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാരി തന്നെയാണ് കേട്ടോ. ഇങ്ങനെ വരുമ്പോൾ പല്ലോ പോർഷൻ നല്ലൊരു ബ്ലാക്ക് ഒരു മാലയൊക്കെ കൊടുത്ത് പേഴ്സിൻ്റെ മറ്റേ ബ്ലാക്ക് കളറിലുള്ള മാലയൊക്കെ ഉണ്ടല്ലോ, അങ്ങനത്തെയൊക്കെ ഒരു നല്ലൊരു നെക്ക് പീസൊക്കെ കൊടുത്ത് നല്ല അടിപൊളിയായിട്ടൊന്ന് ട്രഡീഷണൽ ലുക്കിലൊക്കെ ഒന്ന് നമ്മൾ ചെയ്യുവാണെങ്കിൽ ഒരു അത്യാവശ്യം ഫംഗ്ഷനൊക്കെ നമുക്ക് എടുക്കാൻ പറ്റുന്ന ഒരു സാരിയാണ് കേട്ടോ. ഇങ്ങനെ വരുന്നതിൻ്റെ പല്ലോ പോർഷൻ വിത്തൗട്ട് ടാസലാണ് വരുന്നത്. പക്ഷെ നമുക്ക് വേണമെങ്കിൽ ബ്ലാക്ക് ടാസൽസ് മേടിച്ചിട്ട് ടാസൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇങ്ങനെ വരുന്നു. ആൻഡ് ബ്ലൗസ് വരുന്നത് നമുക്ക് പ്ലെയിൻ ആയിട്ടാണ്, സെയിം ഫാബ്രിക്കിലേക്ക് തന്നെ പ്ലെയിൻ ആയിട്ടാണ് നമുക്ക് ബ്ലൗസ് കൊടുത്തിരിക്കുന്നത്. ആൻഡ് ഈ ഒരു ബോർഡേഴ്സും കൊടുത്തിട്ടുണ്ട്. സോ നിങ്ങൾക്ക് ഈ ബ്ലൗസ് പ്ലെയിൻ ആക്കി കൊടുത്തിട്ട് അങ്ങനെ വേണമെങ്കിൽ ചെയ്യാവുന്ന ഒരു സാരിയാണ്. ഇങ്ങനെ വരുന്നു. 1550 റേറ്റിലേക്കാണ് സാരി വരുന്നത്. അടുത്ത് നമുക്കൊരു സോഫ്റ്റ് കോട്ട ഫാബ്രിക്കിലേക്ക് വരുന്ന നല്ലൊരു റെയർ ഫാബ്രിക് ആണ് കേട്ടോ. ഇങ്ങനെ വരുന്നു. കോട്ട ഫാബ്രിക് അല്ല, പക്ഷെ കോട്ട പോലെ ഇങ്ങനത്തെ ഒരു ചെക്സ് പോലെ വരുന്ന ഒരു ഫാബ്രിക് ആണ്. പക്ഷെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു കൈൻഡ് ഓഫ് ഒരു ഫാബ്രിക്കിലേക്കാണ് വരുന്നത് കേട്ടോ. ഇങ്ങനെ പ്രിന്റഡ് ആയിട്ട് വരുന്നു. നല്ല ഫിഗർ ഫിറ്റ് ആയിട്ട് നമുക്ക് ഡ്രേപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു സാരിയാണ്. നല്ല ഭംഗിയുണ്ട്. അതിൻ്റെ ഷെയ്ഡ് വരുന്നത് ഇതൊരു ലാവൻഡറിൻ്റെ ഒരു കൈൻഡ് ഓഫ് ഒരു ഷെയ്ഡാണ്. അതിലേക്ക് ഒരു നേവി ബ്ലൂ ആണ് ത്രെഡ് പോയിരിക്കുന്നത്. കണ്ടോ, ഇങ്ങനെ വരുന്നു. ആൻഡ് ഒരു ബേജ് കോമ്പിനേഷനും വരുന്നുണ്ട്. ഇതാണ് പല്ലോ പോർഷൻ വന്നിരിക്കുന്നത്. വിത്ത് ടാസൽസ് ആണ് സാരി വരുന്നത്. ബ്ലൗസ് ഇതാ ഇങ്ങനെ വരും കേട്ടോ. ആ ഒരു ചെക്സ് പാറ്റേണിൽ നമുക്ക് കോട്ട ചെക്സിലൊക്കെ വരുന്ന പോലത്തെ ഒരു ചെക്സ് പാറ്റേണിലുള്ള ഒരു ബ്ലൗസാണ്. സെയിം ഫാബ്രിക്കിൽ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഫാബ്രിക്കിലേക്കാണ് വരുന്നത്. നമുക്ക് ഡെയിലി വെയർ ആയിട്ടൊക്കെ എടുക്കാൻ പറ്റുന്ന നല്ലൊരു സാരിയാണ്. സാരിയുടെ പ്രൈസ് 1350. ഇതിൻ്റെ 3 ഷെയ്ഡ്സും കൂടെ ഉണ്ട്, അതും കൂടി കാണാം. അടുത്ത നല്ലൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ് കേട്ടോ. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കളറിലേക്ക് സെയിം ഫാബ്രിക് തന്നെയാണ് വരുന്നത്. നല്ല സോഫ്റ്റ് ഫാബ്രിക് ആണ്. ആൻഡ് ഇനി നമുക്ക് ഈസ്റ്റർ ഒക്കെ വരുമല്ലേ, സോ പള്ളിയിലൊക്കെ കൊടുക്കാനായിട്ട് നല്ല സുഖമാണ്. കാരണം നല്ല ഒരു നമുക്കിനി ചൂടത്ത് അല്ല, ഈ ചൂടിൽ നല്ല സുഖമായിരിക്കും നമുക്കിത് ഉടുക്കാനായിട്ട്. കാരണം തീരെ കനം കുറവാണ്. അതുപോലെ തന്നെ കുറച്ച് വണ്ണമൊക്കെ ഉള്ളവർക്കാണെങ്കിലും നല്ല ഭംഗിയിലിരിക്കും ഉടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇങ്ങനെ വരും ബ്ലൗസ്. നമുക്കിത് ഏത് ബ്ലൗസ് വേണമെങ്കിലും യൂസ് ചെയ്ത് പെയർ ചെയ്യാം കേട്ടോ. ഇങ്ങനെ വരുന്നു. 1350. നെക്സ്റ്റ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഷെയ്ഡാണ് കേട്ടോ. ഇങ്ങനെ വരുന്നു. ഒരു കോഫി ഷെയ്ഡിൻ്റെ ഒരു മസ്റ്റാർഡ് ബ്രൗണിൻ്റെ ഒക്കെ ഒരു മിക്സ് ആയിട്ട് വരുന്നൊരു ഷെയ്ഡാണ്. അതിലേക്ക് ഒരു ബേജ് കളറിലേക്കാണ് എൻ്റെ പ്രിന്റ് വരുന്നത്. ഇതെല്ലാം ഹാൻഡ് ബ്ലോക്ക് പ്രിന്റിൽ തന്നെ വരുന്ന കളക്ഷൻസ് ആണ് കേട്ടോ. ഇതാണ് എൻ്റെ പല്ലോ പോർഷൻ വരുന്നത്. ബ്ലൗസ് ആദ്യം കണ്ടതിൻ്റെ തന്നെ ഇതാ ഇങ്ങനെ വരുന്നു. സെയിം ഫാബ്രിക്കിൽ തന്നെ കുറച്ചുകൂടി തിക്ക് ഫാബ്രിക് ആണ് ബ്ലൗസിന് വന്നിരിക്കുന്നത് കേട്ടോ. സാരിയുടെ അത്രയും സോഫ്റ്റ് അല്ല ആൻഡ് ട്രാൻസ്പെറൻറ്റ് ആവത്തില്ല കേട്ടോ. ഒട്ടും ട്രാൻസ്പെറൻറ്റ് ആവില്ലാത്ത സാരിയാണ്, കനം കുറവാണെങ്കിലും. ഇങ്ങനെ വരുന്നു പല്ലോ. സാരിയുടെ പ്രൈസ് 1350. നെക്സ്റ്റ് ഉള്ളൊരു പാരറ്റ് ഗ്രീൻ ഷെയ്ഡിലേക്ക് വന്നിരിക്കുന്നു. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഷെയ്ഡാണ്. ആൻഡ് ഇതിനകത്ത് കുറച്ചുകൂടി ആ ചെക്സിൻ്റെ പാറ്റേൺ കുറച്ചുകൂടി ക്ലിയർ ആയത് കണ്ടോ. ഈ ഒരു പാറ്റേണിലാണ് സാരി വരുന്നത്. ബോർഡേഴ്സ് ഇങ്ങനെ തന്നെ സെയിം ഫാബ്രിക്കിൽ തന്നെ. ഒത്തിരി ഇങ്ങനെ എടുത്ത് നിൽക്കുന്ന ഡിസൈൻസോ കാര്യങ്ങളൊന്നും ബോർഡറിലും ഇല്ല. ഫുൾ ഒരേ രീതിയിൽ തന്നെ പോകുന്നൊരു പാറ്റേണിലാണ് കേട്ടോ. ഇതാണ് പല്ലോ. കുറച്ചുകൂടി ഒരു ഡാർക്ക് ആയിട്ടുള്ള ഒരു ഗ്രീൻ ഷെയ്ഡിലേക്കാണ് പല്ലോ പോർഷൻ കൊടുത്തിരിക്കുന്നത്. ഇതാണ് ബ്ലൗസിൻ്റെ ഫാബ്രിക് വന്നിരിക്കുന്നത്. 5.5 മീറ്റേഴ്സ് ആണ് സാരിയുടെ ലെങ്ത് ആൻഡ് 1 മീറ്റർ ആണ് ബ്ലൗസിൻ്റെ ലെങ്ത് വരുന്നത് കേട്ടോ. ഇതാണ് സാരിയുടെ ലുക്ക്. പ്രൈസ് 1350. ഇത്രയാണ് ഇന്നത്തെ കളക്ഷൻസ്. അപ്പോൾ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പിലേക്ക് അയച്ചോളാം. പെട്ടെന്ന് തന്നെ ബുക്ക് ചെയ്തോളാം കേട്ടോ. അപ്പോൾ നമുക്ക് പുതിയ കളക്ഷൻസ് ആയിട്ട് വീണ്ടും കാണാം. ബൈ.